1995 കയ്യടിക്കാൻ നിങ്ങൾക്ക് തോന്നാത്തത് നിങ്ങളുടെ കുഴപ്പമല്ല. ഞാൻ അത് പറഞ്ഞു നിർബന്ധിച്ചതല്ല. 4,09,000 എന്ന് കേൾക്കുമ്പോൾ ഏതോ ഒരു രേഖ, അങ്ങനെയല്ല. 2016 കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒന്നാം ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആരും മന്ത്രിയായിട്ട് എന്തു കാര്യം തമ്പുരാനെ, മരിച്ചാൽ കുഴിച്ചിടാൻ 6 അടി മണ്ണ് സ്വന്തമല്ലല്ലോ എന്ന് കരഞ്ഞും പ്രാർത്ഥിച്ചും നിലവിളിച്ചും കഴിഞ്ഞിരുന്ന 4,09,000 കുടുംബങ്ങൾ മണ്ണിന്റെ ഉടമസ്ഥരായി ഈ ഗവൺമെന്റിന്റെ കാലയളവിൽ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ചെറിയ മാറ്റമല്ല കേരളത്തിൽ ഉണ്ടാകുക. ഞാനൊന്ന് നോക്കി, നമ്മുടെ ജില്ലാ സെക്രട്ടറി ആണെങ്കിൽ നിരന്തരമായിട്ട് ഈ പട്ടയ പ്രശ്നങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ തുടർച്ചയായിട്ട് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന 6 മാസക്കാലം ഒരുപക്ഷെ ഇടുക്കി ജില്ല കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പട്ടയ വിതരണത്തിന്റെ ഒരു കാലമായി നമ്മൾ മാറാൻ പോവുകയാണ്. ഇടുക്കിയിൽ ഇപ്പോൾ ഉണ്ടായ നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രശ്നം നിരന്തരമായ കോടതി വിധികളാണ്. അവസാനം 1964 ചട്ടഭേദഗതിയിൽ 964 ചട്ടഭേദഗതിയിലെ 7ാമത്തെ ക്ലോസിൽ 1971 മുമ്പ് വന്നവർക്ക് മുഴുവൻ ഭൂമി കൊടുക്കാം എന്ന് പറഞ്ഞത് എങ്ങനെ 71 എന്ന് വരെ കോടതി ചോദിച്ചു നിൽക്കുകയാണ്. അതിനുള്ള മറുപടി ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ആ മറുപടി കോടതി അംഗീകരിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുകൊണ്ട് കൊടുക്കാൻ പറ്റാതെ 4000-ലേറെ പട്ടയങ്ങൾ എഴുതി തയ്യാറാക്കി ഒപ്പിട്ട് ഇന്ന് ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു പോകുകയല്ല. കട്ടപ്പനയിലെ ടൗൺഷിപ്പ് പട്ടയം എത്രയോ വർഷക്കാലമായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ടൗൺഷിപ്പിൽ ഉൾപ്പെടുന്ന 614 ആളുകളുടെ സർവേ പൂർത്തീകരിച്ച് സർക്കാരിന്റെ മുമ്പിൽ അതിൻ്റെ എല്ലാ നടപടികളോടും കൂടിയിരിക്കുകയാണ്. 614 പേർക്കും പട്ടയം കൊടുക്കാൻ അർഹരായവർക്ക് ഒരു തർക്കവും ഉണ്ടാകില്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് 93 ചട്ടപ്രകാരം സ്മോൾ ഷോപ്പ് എന്നതിന് എത്രയാകാം എന്ന ഒരു ചർച്ച നമ്മുടെ നാട്ടിൽ ഉണ്ടായി വരുന്നുണ്ട്. ആ സ്മോൾ ഷോപ്പ് എന്നതിൽ സർക്കാരിന്റെ അഭിപ്രായം ഷോപ്പിന് പ്രത്യേകമായ പരിധി നിശ്ചയിക്കേണ്ടതില്ല ഇതുവരെ കൊടുത്തതിന് എന്ന് തന്നെയാണ്. കട്ടപ്പനയിലെ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നം ഏറ്റവും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ പരിഹരിക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഇടുക്കി പ്രദേശത്തെ 3 ചെയിൻ മേഖല വലിയ വിധത്തിലുള്ള ചർച്ചകൾക്ക് വിധേയമായ ഒന്നാണ്. അയ്യപ്പൻകോവിൽ വില്ലേജിൽ 876, കാഞ്ചിയാറിൽ 790 ഉൾപ്പെടെ 1626 കൈവശക്കാരുടെ എല്ലാ വിധത്തിലുള്ള നടപടികളും പൂർത്തീകരിച്ചു. ഈ മാസം 4-ാം തീയതി സർക്കാരിലേക്ക് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ലഭ്യമായിട്ടുണ്ട്. KICBയുടെ കൂടി ക്ലിയറിംഗ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇടുക്കിയിലെ 3 ചെയിൻ മേഖലയിലെ പട്ടയങ്ങൾ വിതരണം ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കിടക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് നീലക്കുറിഞ്ഞിയിലെ സാങ്ച്വറി. നേരത്തെ അവിടെ പ്രത്യേകമായി ഒരു കളക്ടറെ നിയമിച്ച്, സെറ്റിൽമെന്റ് ഓഫീസറായി ഒരു കളക്ടറെ നിയമിച്ച് ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് നമ്മൾ നിശ്ചയിച്ചിരുന്നു. 1-2 പേരെ അതുമായി ബന്ധപ്പെട്ട് നിയമിക്കുകയും ചെയ്തു. പക്ഷേ ആ നടപടികൾ മുന്നോട്ട് പോകാനായില്ല. ഇപ്പോ നമ്മൾ കൃത്യതയോടുകൂടി പരിശോധിച്ച് ദേവികുളം സബ് കളക്ടറായിട്ടുള്ള ശ്രീ ജയകൃഷ്ണൻ IAS ഇതിന്റെ സെറ്റിൽമെന്റ് ഓഫീസറായി നിശ്ചയിച്ച് അതിന് പ്രത്യേകമായി ഒരു ഓഫീസ് കൊടുത്ത് കഴിഞ്ഞ 13-ാം തീയതി, ഫെബ്രുവരി 13-ാം തീയതി എൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട് അവകാശം ഉന്നയിച്ചിട്ടുള്ള 544 അവകാശവാദികളുടെയും കണക്ക് ഡിജിറ്റലൈസ് ചെയ്ത് അവിടെ പട്ടയ സ്കെച്ച് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി അതുൾപ്പെടെ വട്ടവട ഉൾപ്പെടെയുള്ള 2 വില്ലേജുകളിലെ ഡിജിറ്റൽ റീസർവേയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് ആധികാരികമായ അനുവാദം ഈ മാസത്തിൽ തന്നെ കൊടുത്ത് ആ നടപടികളിലേക്ക് കടക്കുന്നതോടെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏറ്റവും വേഗതയിൽ പരിഹരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. മാങ്കുളത്തെ സഖാക്കൾ ഇവിടെ കണ്ടു. മാങ്കുളത്തെ ഭൂമി വിതരണം സംബന്ധിച്ച് വനം, റവന്യൂ വകുപ്പുകൾ ജില്ലാതലത്തിൽ സംയുക്ത യോഗം ഈ അടുത്ത ദിവസം ചേർന്നിരുന്നു. നേരത്തെ എൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ആ യോഗം ചേർന്നിരുന്നു. 1016 പേർ അതിൻ്റെ ബന്ധപ്പെട്ടവരായി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. 8 ബിറ്റുകളിലായി ഉൾപ്പെട്ട് കിടക്കുന്ന ഭൂമി, വനം, വ്യക്തിഗത പ്ലോട്ടുകൾ എന്നിവ വേർതിരിക്കുന്നതിനുള്ള സർവേ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. പുതിയതായി 13-ാം തീയതി ചേർന്ന യോഗത്തിൽ ഞാൻ തന്നെ പങ്കെടുത്തുകൊണ്ട് അവിടുത്തെ
പട്ടയങ്ങളുടെ ചുമതലക്കാരനായി, വിതരണത്തിന്റെ പ്രത്യേക ചുമതലക്കാരനായി ദേവികുളം സബ് കളക്ടറെ ഏൽപ്പിക്കുകയും അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് എല്ലാ മാസവും പരിശോധിക്കുകയും ചെയ്തു വരുന്നുണ്ട്. ചെറുതോണിയിലെ സഖാക്കൾ വന്നപ്പോൾ ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞല്ലോ, 167 പേരെ MFL പുറത്തും 83 പേരെ MFL കൈവശങ്ങളായി കണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് മാർച്ച് മാസത്തിൽ ലഭിച്ചിട്ടുണ്ട്. അത് സർക്കാരിലേക്ക് ലഭ്യമാകുന്ന മുറയ്ക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാം. ഞാൻ ഓരോന്നോരോന്നായി പറയുന്നില്ല. അവിടെ പരിഹരിക്കേണ്ടതിൽ കല്ലാർകുട്ടി ഡാമിലെ പത്തുജൈൻ പ്രദേശത്തെ പ്രശ്നങ്ങൾ അവസാന ഘട്ടത്തിലാണ്. കാഞ്ചിയാറിലെ തേക്ക് പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട 1154 കൈവശങ്ങൾ പ്രത്യേക പരിശോധനയിലാണ്. കണ്ടളയിലെ സാന്റോസ് ഉന്നതി നമ്മൾ ആ ഘട്ടത്തിൽ പെടുന്നതാണ്. കുറ്റിയാർ വാലി വളരെ ശ്രദ്ധയോടെ നമ്മുടെ ജില്ലാ സെക്രട്ടറി എപ്പോഴും വിളിച്ച് ആവശ്യപ്പെടുന്നൊരു പ്രശ്നമാണ്. കുറ്റിയാർ വാലിയിലെ വലിയ സ്പീഡിലാണ് അവിടുത്തെ സർവേ നടപടികൾ നമ്മൾ പൂർത്തീകരിച്ചത്. അവിടുത്തെ പ്രശ്നം നേരത്തെ കൊടുത്തിട്ടുള്ള പട്ടയങ്ങളുടെ രേഖ എവിടെ എന്ന് കൊടുക്കാൻ പോലും നമുക്ക് പറ്റിയിട്ടില്ല. അത് കൊടുക്കുന്നു എന്ന് മാത്രമല്ല, അങ്ങനെ നോക്കിയപ്പോൾ അവിടെ തന്നെ പട്ടയം കൊടുക്കാത്ത, പട്ടയം രേഖാമൂലം കിട്ടാത്ത ആളുകളിൽ ഒരു 500 പേരുടെ പട്ടയങ്ങൾ ജൂലൈ 31 കൊടുക്കാൻ കഴിയും എന്ന് നമ്മൾ പുതിയതായി ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അത് പൊന്മുടി 10 ജൈനുമുള്ള പുറത്തുള്ള പദ്ധതി പ്രദേശം, അങ്ങനെ പെരിഞ്ചാംകുട്ടി ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയുടെ പ്രദേശം തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളങ്ങനെ ഏറ്റെടുത്ത് പരിഹരിക്കുന്ന മുറയ്ക്ക് വളരെ പ്രധാനപ്പെട്ട വിധത്തിൽ ആ കാര്യങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന സമഗ്രമായിട്ടുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ടാകും എന്ന കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുകയാണ്. എന്ന് മാത്രമല്ല, ഇടുക്കി ജില്ലയുടെ പത്രക വിതരണത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഇവിടെ സംസ്ഥാനത്തെ തന്നെ ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിൻ്റെ ജോയിന്റ് കമ്മീഷണറായിട്ടുള്ള ശ്രീമതി എ ഗീത IAS ഇടുക്കി ജില്ലയിലെ പട്ടയ വിതരണത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള നടപടിക്രമങ്ങളുടെ ചുമതലക്കാരിയായിട്ട് നിശ്ചയിച്ചു. കേരളത്തിൽ ആരംഭിക്കപ്പെട്ട പട്ടയ മിഷന്റെ ഭാഗമായി നമുക്ക് പട്ടയം കൊടുക്കാവുന്ന LA ഓഫീസുകളെ ശാക്തീകരിക്കുന്നതിന് 6 മാസക്കാലത്തിനുള്ളിൽ പട്ടയ വിതരണം പൂർത്തിയാക്കുന്നതിന് വേണ്ടി എത്ര പേരെയാണോ സർവേയർമാരും RIമാരുമായി വേണ്ടത് എന്നതിൻ്റെ കണക്ക് ഗവൺമെൻറ് ചോദിച്ചു. ഇന്ന് ഈ ആഴ്ച നമ്മുടെ സ്പെഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് കൂടി കഴിയുന്ന മുറയ്ക്ക് പൂർണ്ണമായും അത്തരം ആളുകളെ എംപ്ലോയ്മെന്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലൂടെ എടുത്ത ജീവനക്കാരെ കൂടി കൊടുത്ത് 2025 തന്നെ പട്ടയവുമായി ബന്ധപ്പെട്ട വസ്തുതകൾക്ക് അതിവേഗം പൂർത്തീകരണം കാണണം എന്ന് കരുതിയാണ് നാം മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് ഈ യോഗത്തിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ പട്ടയ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായിട്ടും പരിഹാരം കാണാൻ എല്ലാ വിധത്തിലുമുള്ള നിയമ നടപടികൾക്ക് നേതൃത്വം നൽകിയതുപോലെ തന്നെ അനധികൃതമായി ഭൂമി കണ്ടെത്തുകയും പല വിധത്തിലുള്ള പേരുകൾ പറഞ്ഞ് സർക്കാർ ഭൂമിയിൽ അവകാശവാദമില്ലാതെ അവിടെ ഇരുപ്പുറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവൻ എത്ര ഉന്നതനാണെങ്കിലും ആ ഭൂമി തിരിച്ചു പിടിച്ച് കേരള ഗവൺമെന്റിന്റെ സ്വത്താക്കി മാറ്റാൻ ഒരു മടിയും ഈ ഗവൺമെന്റിന് ഉണ്ടാകില്ല. ചക്രമുടി ഒരു സൂചന മാത്രമാണ്. ചക്രമുടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ എന്തെല്ലാം ആരെയെല്ലാം ഈ നാട്ടിലെ പത്രമാധ്യമങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് ആഗസ്റ്റ് 17 കൊടുത്ത മെമ്മോറാണ്ടത്തിൽ കുഴിച്ചിട്ട ശവത്തിന് 75,000 രൂപ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മേടിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇഷ്ടമുള്ളവരെ കൂട്ടി ഇഷ്ടമുള്ള പേരുകൾ പറഞ്ഞ് എന്തെല്ലാം വിധത്തിലുള്ള ആക്ഷേപങ്ങളും അപസ്വരങ്ങളും. ചക്രമുടിയിൽ ശരിയായ തീരുമാനമാണ് ഈ ഗവൺമെന്റ് എടുത്തത്. അനധികൃതമായ ഒരു ഭൂമിയും വെച്ചു പൊറുപ്പിക്കില്ല. അപ്പൊ ചില ആളുകൾ ചോദിച്ചു, പരാതി കിട്ടിയാൽ പിന്നത്തെ ആഴ്ച ഭൂമി പിടിച്ചുകൂടെ? അത് ഈ നടപടിയെക്കുറിച്ച് വിവരമില്ലാത്തവൻ ചെയ്യുന്നത് കൊണ്ടാണ്, പറയുന്നത് കൊണ്ടാണ്. നടപടിക്രമം നടത്തിയാൽ അത് ക്യാൻസൽ ചെയ്യാനും അത് സർക്കാരിലേക്ക് വകയിരുത്താനും ചില സമയക്രമങ്ങൾ വേണം. അതുമായി ബന്ധപ്പെട്ട ചില നടപടികൾ ക്രമങ്ങളുണ്ട്. ആ ക്രമങ്ങൾ നടത്തിയാണ് ചക്രമുടി എടുത്തതെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിൽ പരുന്തുംപാറ ഉൾപ്പെടെ ഒരാളെയും അനധികൃതമായി ഏതു ചിഹ്നങ്ങൾ വെച്ചാണെങ്കിലും ഏത് അധികാര സ്ഥാനങ്ങൾ വെച്ചാണെങ്കിലും ഏത് വകുപ്പിന്റെ പേര് പറഞ്ഞാണെങ്കിലും സർക്കാരിന്റെ പുറംചാരി നിന്നാണെങ്കിലും ഒരു അധികാര സ്ഥാനത്തിന്റെയും ഒരു തന്തഗോപുരത്തിന്റെയും മുമ്പിൽ ഈ ഗവൺമെന്റോ റവന്യൂ വകുപ്പോ മുട്ടുമടക്കില്ല. ഉറപ്പായിട്ടും അത്തരം പ്രശ്നങ്ങൾ ഗവൺമെന്റ് തിരിച്ചെടുക്കും. പക്ഷേ അതോടൊപ്പം പറയട്ടെ,
കുടിയേറ്റക്കാരനെയും കയ്യേറ്റക്കാരനെയും ഒരുപോലെ ഈ ഗവൺമെന്റ് കാണില്ല. കുടിയേറ്റക്കാർ ഈ നാട്ടിൽ വന്യമൃഗങ്ങളെ ഓടിച്ച് കാലാവസ്ഥയോട് പൊരുതി മണ്ണിൽ ചോര വിളയിച്ചു മണ്ണുണ്ടാക്കിയ മനുഷ്യരാണ്. അവരോടൊപ്പമാണ് ഈ ഗവൺമെന്റ്. വീട് വയ്ക്കാനും കൃഷി ചെയ്യാനും പറ്റാത്ത പാവപ്പെട്ടവൻ ആ ഭൂമിക്ക് അനുവാദം കിട്ടാൻ വേണ്ടി വന്നാൽ അവനോടൊപ്പമാണ് ഈ ഗവൺമെന്റ്. പക്ഷെ അവനെ മുന്നിൽ നിർത്തി ഏതെങ്കിലും വിധത്തിലുള്ള അഭ്യാസ പ്രകടനത്തിലൂടെ സർക്കാരിന്റെ ഭൂമി കയ്യേറി എങ്ങനെയെങ്കിലും അങ്ങ് മുന്നോട്ട് പോകാം എന്ന് കരുതിയാൽ അത് കണ്ടിരിക്കില്ല ഈ ഗവൺമെന്റ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ആ കർഷകനോടുള്ള പ്രതിബദ്ധതയാണ് കേരളത്തിലെ ഭൂപതിവ് നിയമത്തിന്റെ ഭേദഗതിയിലൂടെ കേരളത്തിലെ ഗവൺമെന്റ് കാണിച്ചത്. 1960 ഉണ്ടാക്കിയൊരു നിയമമാണ് 64 വർഷക്കാലത്തിന് ശേഷം നമ്മൾ ഭേദഗതി ചെയ്തത്. അത് ഭേദഗതി ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. ഈ ചെയ്ത ഭേദഗതി കേരളത്തിലെ ബഹുമാനപ്പെട്ട ഗവർണർ 1 വർഷക്കാലം കോൾഡ് സ്റ്റോറേജിൽ എടുത്തു വെച്ചു. ആരും ചോദിച്ചില്ല, ഒരു പ്രതിപക്ഷവും ബന്ദ് നടത്തിയില്ല. 1 വർഷക്കാലം കഴിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോൾഡ് സ്റ്റോറേജിൽ എടുത്തു വെച്ചു. ഒരു അധികാരവും മൂപ്പർക്കില്ല. മൂപ്പർക്ക് മാത്രമല്ല, ഒരു ഗവർണർക്കും ഇല്ല. ഗവർണർക്കുള്ള അധികാരം എന്താ? ഒരു ബില്ല് പാസ്സാക്കിയാൽ ആ പാസ്സാക്കിയ ബില്ലിൽ ഒപ്പിടാൻ ഇഷ്ടമില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാം, അദ്ദേഹത്തിന് പരിശോധനയ്ക്കൊരു കുറഞ്ഞ കാലം എടുത്തു വയ്ക്കാം, അതല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസത്തോടെ നിയമസഭയ്ക്ക് തിരിച്ചു തരാം. അദ്ദേഹം അഭിപ്രായ വ്യത്യാസങ്ങളോടെ നിയമസഭയ്ക്ക് തിരിച്ചു തന്നാൽ നിയമസഭ അത് തള്ളിയോ കൊണ്ടോ അദ്ദേഹത്തിനു തന്നെ 6 മാസത്തിനുള്ളിൽ തിരിച്ചയച്ചാൽ പിന്നെ പേജ് മറച്ചു നോക്കാൻ പോലും അധികാരമില്ല. ഒപ്പിട്ടേ മതിയാകൂ. അനുച്ഛേദം 200 ഇന്ത്യയുടെ ഭരണഘടന. ആ ഭൂപതിവ് നിയമം പാസ്സാക്കിയത് കളക്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിറ്റേ ദിവസമാണ്. അതാണ് അതിന്റെ പ്രത്യേകത. ഭൂപതിവ് നിയമം കേരളത്തിലെ ഗവൺമെന്റ് പാസ്സാക്കി, കേരളത്തിലെ ഗവർണർക്കെടുത്ത്, ഗവർണർ അത് എടുത്തു വെച്ച് ഏപ്രിൽ 26 വൈകുന്നേരം 6 മണിക്ക് മുമ്പ് വോട്ട് ചെയ്യാൻ പറ്റി എല്ലാവരും വോട്ട് ചെയ്തു എന്നുറപ്പിച്ചതിന് ശേഷം 27 രാവിലെ മൂപ്പര് അതങ്ങ് പാസ്സാക്കി. സന്തോഷം, അത്രയും നന്നായല്ലോ. അപ്പൊ ചോദിക്കുന്നത്, പിന്നെ ഇതിന്റെ ചട്ടം പാസ്സാക്കാൻ എന്താ പ്രശ്നം? എവിടെ നിന്നാ നമ്മൾ തുടങ്ങണ്ടേ? 1801/2010 അതാണല്ലോ ഇടുക്കിയിലെ ഭൂമി പ്രശ്നങ്ങൾക്ക് ആധികാരികമായ വിഷയം കുറിച്ച കോടതിയുടെ WPC പൊതു താല്പര്യ ഹർജി അതിപ്പോഴും തുടരുകയാണ്. ചൊവ്വാഴ്ച കോടതി ഇപ്പോഴും തുടരുകയാണ്, അത് തീർന്നിട്ടില്ല. അത് 2010 വന്നിട്ട് 2016 വരെയുള്ള 5 വർഷക്കാലം അതിനെതിരായി അതിൽ കക്ഷി ചേർന്ന് ഏതെങ്കിലും ഒരു നടപടിക്ക് അന്നത്തെ ഗവൺമെന്റ് ശ്രമിച്ചില്ലല്ലോ. 16 ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണല്ലോ NOC കൊടുക്കാൻ റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയത്. ഒരു MLA കേരളത്തിന്റെ നിയമസഭയിൽ, നിങ്ങൾക്ക് അടുത്തുള്ള ഒരു MLA വാദിച്ചു, NOC കൊടുക്കാൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തിയത് മുതലാണ് ഈ പ്രശ്നം. അല്ല, 2010 ഈ വിധി ഉണ്ടായിട്ട് 2016 വരെ UDF ഗവൺമെന്റ് ഒന്നും ചെയ്യാതെ നിന്നപ്പോ 2016 വീട് വെക്കാൻ അനുവാദം കൊടുക്കണമെങ്കിൽ സർക്കാരിന്റെ NOC കൊടുക്കാൻ ഒരു വകുപ്പിനെ ചുമതലപ്പെടുത്തി. അതേ ആ ജിയോയിൽ കിട്ടിയിട്ടുള്ളത്. വായിച്ചാൽ മനസ്സിലാക്കും, ഞാനത് വിശദീകരിക്കുന്നില്ല. 1916 ഭൂപതിവ് നിയമത്തിന് എത്ര ചട്ടങ്ങളുണ്ട്? 964 ചട്ടം, സാധാരണ നമ്മുടെ നാട്ടിലെ ഭൂമി കൊടുക്കാനുള്ള ചട്ടം. 93 ചട്ടം, 1977 മുമ്പ് ഭൂമി കുടിയേറി വെച്ചിട്ടുള്ള വനഭൂമിക്ക് അവകാശം കൊടുക്കാനുള്ള ചട്ടം. 995 ചട്ടം, നഗരസഭയിലും കോർപ്പറേഷനും ആളുകൾക്ക് ഭൂമി കൊടുക്കാനുള്ള ചട്ടം. അറേബിൾ ഫോറസ്റ്റ്, അത് പ്രത്യേക ചട്ടം. 971 പ്രൈവറ്റ് വെസ്റ്റേൺ അസൈനബിൾ ലാൻഡിന്റെ മറ്റൊരു ചട്ടം. ഇങ്ങനെ തുടങ്ങിയാൽ 18 ചട്ടങ്ങളുണ്ട് ഈ ഭേദഗതിയുടെ ഈ പതിവ് നിയമത്തിന്റെ ഭാഗമായി. നിയമത്തിന്റെ താഴെ നിയമത്തെ ചുവട് പിടിച്ച് ഓരോന്നിനും ഓരോ ചട്ടങ്ങൾ. ആ ചട്ടങ്ങൾക്കെല്ലാം കൂടി ഒരു ചട്ടം മതിയോ മാറ്റത്തിന്? എത്ര നാളത്തെ ചർച്ചയാണ് നാം നടത്തിയത്? 1960 ഭൂപതിവ് നിയമത്തിന് ഭേദഗതി വരുത്തിക്കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ്, ഞാൻ തന്നെ കേരളത്തിന്റെ നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ട ഭേദഗതി നിയമത്തിന്റെ കാതൽ 2 കാര്യങ്ങളാണ്. ഒന്ന് 4A1, 2 4A2. 4A1 വയലേഷൻസ്, അതായത് കോൺട്രവെൻഷൻസ് റെഗുലറൈസ് ചെയ്യുക. കഴിഞ്ഞ ഇത്രയും വർഷമായി ഭൂപതിവ് നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള ചട്ടത്തിൽ ലഭ്യമായിട്ടുള്ള കാര്യങ്ങൾക്കല്ലാതെ വിനിയോഗിച്ച ഭൂമി
റെഗുലറൈസ് ചെയ്യുക, അതിനാണ് ഒരു ഭേദഗതി. 2, പുതിയതായി അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ ആളുകളെ അനുവദിക്കുക, അതിന് 2ാമത്തെ ഭേദഗതി. ആരോ ഇടുക്കി ജില്ലയിൽ വെച്ചു. ഞാൻ പിന്നെ ഇതിനൊന്നും നേരില്ലാത്ത ഒരാളായതുകൊണ്ട് ഈ പണി നമുക്ക് വേണ്ടതല്ലാത്തത് കൊണ്ട് ഞാൻ വല്ലാതെ കഥ പറയാൻ പോയില്ല. കാരണം ഒരു ധാരണയും ഇല്ലാത്ത കഥകളാണ്. ബെറ്റൊക്കെ വെക്കുകയാണ് നാട്ടിൽ നിന്നിട്ട്. നിയമമല്ലേ നമ്മുടെ മുമ്പിലുള്ളത്? ചട്ടത്തിൽ ഭേദഗതി നടത്തിയാൽ പോരെ? ഇതാണ് ഒരു ചോദ്യം. നിയമം എന്തിനാ ഭേദഗതി ചെയ്യുന്നത്? ചട്ടത്തിൽ ഭേദഗതി നടത്തിയാൽ പോരെ? പറഞ്ഞവനോട് ഞാൻ ചോദിക്കട്ടെ, ചട്ടത്തിൽ ഭേദഗതി നടത്തിയാൽ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റോടെ ഭേദഗതി നടത്താൻ പറ്റുമോ? ഭേദഗതി റിട്രോസ്പെക്റ്റീവ് എഫക്റ്റോടെ നടത്താൻ പറ്റുമെങ്കിൽ പിന്നെന്തുകൊണ്ട് 2017 1964 ചട്ടത്തിന്റെ 8ാം വകുപ്പ് പ്രകാരം ലോക്കിംഗ് പീരീഡ് പറഞ്ഞിരുന്നല്ലോ 25 കൊല്ലം. അത് ഗവൺമെന്റ് മാറ്റി 12 കൊല്ലാക്കി. പക്ഷേ 12 കൊല്ലമാക്കിയിട്ടുള്ള ചട്ട ഭേദഗതി ആ ഭേദഗതി പാസ്സാക്കിയതിന് ശേഷമുള്ള കാലത്തേക്ക് മാത്രമേ പറ്റുള്ളൂ. മുമ്പ് മേടിച്ചതിന് പറ്റില്ല. 2017 ഭേദഗതി ചട്ട ഭേദഗതി നടത്തിയാൽ 2016 മേടിച്ച ഭൂമിക്ക് 12 കൊല്ലം കിട്ടില്ല. അതിന് 25 കൊല്ലം തന്നെയാണ് ലോക്കിംഗ് പീരീഡ്. റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ല സഖാവേ. മുൻകാല പ്രാബല്യമില്ല. മുൻകാല പ്രാബല്യം ഉണ്ടാക്കണമെങ്കിൽ നിയമത്തിൽ ഭേദഗതി നടത്തണം. ചട്ടം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഇവിടെ ഇപ്പോൾ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നു. സംസ്ഥാനത്ത് ഒരു ജില്ലയിലാണെങ്കിലും പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ബാധ്യതയും വരുത്താത്ത വിധം എല്ലാ ചട്ടങ്ങളെയും കൂട്ടിയോജിപ്പിച്ചതിൻ്റെ ഒരു പൊതുധാരയിൽ കൊണ്ടുവരാവുന്ന വിധത്തിൽ ഒരു വിധത്തിലും പ്രയാസമുണ്ടാക്കാത്ത വിധത്തിലുള്ള ചട്ടം പെരുമാറ്റച്ചട്ടത്തിന് ശേഷം ഭേദഗതിക്ക് ശേഷം ആവശ്യമായ നടപടികൾ കൂടി എടുത്തുകൊണ്ട് കേരളത്തിലുണ്ടാകും. അക്കാര്യത്തിൽ ഒരു പ്രതിസന്ധിയുമില്ല. ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ അഭിപ്രായങ്ങളെ അക്കാര്യത്തിൽ മുഖവിലക്കെടുത്തുകൊണ്ട് പ്രത്യേകമായൊരു തർക്കത്തിനും ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. റവന്യൂ വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും കയ്യിൽ ആവശ്യമായ നടപടികളോട് ഭദ്രമാണ്. ചട്ടമുണ്ടായാൽ പിറ്റേ ദിവസം നിയമവ്യവഹാരം പാടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു നിയമവ്യവഹാരത്തിനും വിട്ടുകൊടുക്കാൻ പറ്റാത്ത വിധം സ്പഷ്ടമായൊരു ചട്ടം, അതാണ് ഈ ചട്ടവുമായി ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ ലക്ഷ്യം. അത് ഏറ്റവും കൃത്യതയോടെ തയ്യാറെടുപ്പിന്റെ അവസാന മൂശയിലാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും എളുപ്പത്തിൽ നടത്താവുന്ന വിധത്തിലുള്ള നടപടികളുമായി വരും. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരേ ഒരു വരി സമയമായി. ഇടത്തെ ഭാഗത്തേക്ക് ഇടയ്ക്ക് നോക്കുന്നത് ഈ ക്ലോക്കിലേക്കാണ്. ഒറ്റ കാര്യം, കേരളത്തിലെ ഗവൺമെന്റിനെതിരായി ഏറ്റവും ബോധപൂർവമായിട്ടുള്ള തർക്കങ്ങൾക്ക് വേണ്ടി പല വിധത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ്. അവസാനം ഇതാ ഗവർണർ നിയമസഭയുടെ